നമ്മുടെ വയനാട്ടിൽ കോമാച്ചി എന്ന പേരിൽ ഒരു പാർക്ക് ഓപ്പൺ ചെയ്തത് പലരും അറിഞ്ഞു കാണില്ല. എഡ്യൂക്കേഷണൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന ഒരു കൺസെപ്റ്റിൽ തുടങ്ങിയ പാർക്കാണിത്. നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ കാണാം. കൂടാതെ ഇതുവരെ നമ്മൾ കണ്ടതും ഇല്ലാത്തതുമായ പഴയകാല ക്യാമറകളുടെ ഒരു മ്യൂസിയം കാണാം. പിന്നെ ഒരുപാട് ഫോട്ടോ സ്പോട്ടുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി തീം പാർക്ക് എന്നും ഇതിനെ നമുക്ക് വിളിക്കാം. കഴിഞ്ഞ ആഴ്ചയാണ് ഒഫീഷ്യൽ ഉദ്ഘാടനം കഴിഞ്ഞത്. അതിന് തൊട്ട് തലേന്നാണ് നമ്മളിവിടെ എത്തിയത്. ഇവിടെയുള്ള ഒരു മെയിൻ സ്റ്റാഫിനെ പരിചയപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്റെ പേര് മുനീർ. നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം, എന്തൊക്കെയാണെന്നുള്ള ആദ്യത്തെ സംഭവങ്ങളെല്ലാം ഇനീഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് കാര്യങ്ങൾ ചോദിക്കാം. നൗഷീർ എല്ലാം പറഞ്ഞിരുന്നതാണ്. ഇതിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം എന്താണുള്ളത്? ഇത് ആക്ച്വലി ഒരു ഫോട്ടോഗ്രാഫി തീം പാർക്കാണ്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റത്തെ ഫോട്ടോഗ്രാഫി തീം പാർക്ക്. അപ്പൊ ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പിന്നെ എഡ്യൂക്കേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു ഫോട്ടോഗ്രാഫി മ്യൂസിയം ഉണ്ട്. അതിൽ നമുക്ക് 200 വർഷത്തെ ഫോട്ടോഗ്രാഫിന്റെ ചരിത്രം ഒക്കെ പഠിക്കാൻ പറ്റും. നമുക്ക് പിന്നെ വിന്റേജ് ക്യാമറകൾ കാണാം. അതേപോലെ തന്നെ ഒരു ഓഡിയോ വിഷ്വൽ തിയേറ്റർ ഉണ്ട്. അവിടെ ഡോക്യുമെന്ററി ഒരു രണ്ട് ഡോക്യുമെന്ററീസ് നടന്നുകൊണ്ടിരിക്കും. നമുക്ക് അതിലൊരു എങ്ങനെ ഒരു സെൽഫി എടുക്കാന്നുള്ള ഒരു ഇതുവരെ നമുക്ക് അവിടുന്ന് കിട്ടും. അതേപോലെ തന്നെ ഒരു എക്സിബിഷൻ സെന്റർ ഉണ്ട്. അവിടെ ഒരു 1000കണക്കിന് ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും ഉണ്ടാവും. വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ പിന്നെ ന്യൂസ് ഫോട്ടോഗ്രാഫി, സ്പോർട്സ്, അങ്ങനെ ഒരു 15 എക്സിബിഷൻസ് അവിടെ നടക്കും. അതിൽ ന്യൂസ് ഫോട്ടോഗ്രാഫിന്റെ ഇങ്ങനെ ഓരോ മണിക്കൂർ അപ്ഡേറ്റ് ആയി കൊണ്ടിരിക്കും. പിന്നെ ഇത് നടന്ന അങ്ങനത്തെ അപ്ഡേറ്റ് ആയി കൊണ്ടിരിക്കും. ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ വേറെ ഫോട്ടോസ് ആയിരിക്കും അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ഇല്ലം പോലെ നമ്മൾ ചെയ്തിട്ടുള്ളത് വർക്ക് നടക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോ കഴിയാനായി. AR, VR, AI എന്നൊക്കെ പറഞ്ഞുള്ള പുതിയ ടെക്നോളജീസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് അത്. ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അതായിരിക്കും ഈ പാർക്കത്തെ. പിന്നെ അവിടെ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബക്കറ്റ് ലിസ്റ്റിലുള്ള ഏത് സ്ഥലത്തും പോയി വരാനുള്ള ഫെസിലിറ്റി ഒരു ഇതവിടെ ഉണ്ട്. മനസ്സിലായില്ല, ആ ഒരു ഫോട്ടോ നമുക്ക് അവിടെ കിട്ടും. അപ്പൊ നമുക്ക് എവിടെ ഇപ്പൊ കാശ്മീർ പോയിട്ടുള്ള ഒരു ഫോട്ടോ കാശ്മീർ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ ഫോട്ടോ കിട്ടും. അതിന്റെ കോസ്റ്റ്യൂംസ് ഉണ്ടാവും. അതായത് ആ ബാക്ക്ഗ്രൗണ്ടും കോസ്റ്റ്യൂമും ടെക്നോളജി. പിന്നെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. ഒരു 1200 ഓപ്പൺ ആയിട്ടില്ലല്ലോ അത്. പിന്നെ ഇപ്പൊ തന്നെ വെഡിങ്സും കാര്യങ്ങളൊക്കെ ബുക്ക് ആയിട്ടുണ്ട് അവിടെ ഓൾറെഡി. അവിടെ പിന്നെ ഇപ്പൊ പിന്നെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഗസല്, പിന്നെ അതുപോലെ തന്നെ ട്രൈബൽ ഡാൻസ്, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഈവനിങ്ങുകളിൽ. അല്ലാണ്ട് തന്നെ ഇപ്പൊ ഇവിടെ അടുത്തുള്ള റിസോർട്ടുകളിലുള്ള ആൾക്കാർക്ക് പിന്നെ വന്ന് പാട്ടുപാടാനും അതിന്റെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ ഇത് രണ്ടാമത്തെ ഏറ്റവും വലിയ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റത്തെ ഫോട്ടോഗ്രാഫി തീം പാർക്കാണ് ഇത്. ഫസ്റ്റത്തെ ഫോട്ടോഗ്രാഫി. ഓക്കെ, ഇനിയിപ്പോ ഇതില് നമ്മൾ കിഡ്സിന്റെ ആണല്ലോ കൂടുതൽ നമ്മൾ കാണുന്നത്. കിഡ്സിന്റെ കുട്ടികൾക്കുള്ള പക്ഷെ ഈ ഫോട്ടോഗ്രാഫി വേറെ കിടക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫി മ്യൂസിയം നമ്മൾ പഴയ കാലത്തുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 100 വർഷം മുമ്പുള്ള ക്യാമറ വരെ ഉണ്ട് അല്ലെ? അപ്പൊ അതിന്റെ ക്യാമറന്റെ പേരൊന്നും അറിയില്ല എങ്കിലും പക്ഷെ ആ ഒരു സംഭവം, ആ ഒരു കൺസെപ്റ്റും ഈ കിഡ്സ് ഇതൊന്നും പരസ്പര ബന്ധം കാണുന്നില്ല. അപ്പൊ എന്താണ് ഇങ്ങനെ വന്നത്? അതെ, ഇത് ഞാൻ പറഞ്ഞില്ലേ, എന്റർടൈൻമെന്റ് പ്ലസ് എഡ്യൂക്കേഷൻ. അപ്പം പിന്നെ ഫോട്ടോഗ്രാഫിയാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം. അപ്പൊ ഓരോ മുക്കും പോലും ഇത് ഫോട്ടോ പോയിന്റ്സ് ആണ്. നിങ്ങൾ നോക്കിയാൽ തന്നെ ഒരു 150+ അല്ലെങ്കിൽ 250+ ഫോട്ടോസ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം പിന്നെ എന്തായാലും കുട്ടികൾക്ക് വരുമ്പോ കുട്ടികൾക്കായിട്ടുള്ള ഒരു ഫാമിലി വരുമ്പോ അതിനുള്ള കിഡ്സ് പാർക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോ പിന്നെ റോപ്പ് വേ വരുന്നുണ്ട്, സ്കൈ സൈക്കിൾ വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ അത് വരുന്നുണ്ട്. അതേപോലെ പിന്നെ ഒരു ഏവിയറി ഉണ്ട് കോഴിക്കോട്. അവിടെ പിന്നെ കുഞ്ഞൂർ പോലത്തെ കുറെ ബേർഡ്സും കാര്യങ്ങളുണ്ട്. നമ്മുടെ മേത്തൊക്കെ വന്നിരിക്കുന്ന തരത്തിലുള്ള ബേർഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ആർട്ട് വില്ലേജ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ ഡ്രോയിങ്സും കാര്യങ്ങളും ഉണ്ടാവും. ഒരു മാസത്തിൽ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ വരുന്ന കലാകാരന്മാർക്ക് വരക്കാനുള്ള സൗകര്യം കാര്യങ്ങളും. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മള് വീണ്ടും സന്ദർശിക്കാം. ഓക്കെ, ഇവിടെ താമസിക്കാൻ ഡോർമെട്രി ഉണ്ട് അല്ലെ? 200 ആൾക്ക് കപ്പാസിറ്റി ഡോർമെട്രി ഉണ്ട്. ആ ഡോർമെട്രിയിൽ എങ്ങനെയാണ് അതിന്റെ ബുക്കിങ്ങും കാര്യങ്ങളും? ഓൺലൈനിൽ ബുക്ക് ചെയ്യണോ? അല്ല നമ്മൾ ഓൺലൈനിന്റെ നമ്മൾ ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. ഇപ്പം പിന്നെ എന്തായാലും 200 പേർക്ക് എന്തായാലും താമസിക്കാനുള്ള ഡോർമെട്രി ഉണ്ട്. അതിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അതെ. ശരി, താങ്ക് യു.
മൊത്തത്തിൽ നോക്കിയാൽ നന്നായി ഒന്ന് ചുറ്റി നടന്ന് കാണാനുള്ള ഒരു വൈബുണ്ട് ഇവിടെ. ഈ കാണുന്നതാണ് ആർട്ട് ഗാലറിയുടെ കെട്ടിടം. നന്നായി മനോഹരമായി പണിതിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കുറേ ആക്ടിവിറ്റീസുകൾ ഇവിടെ കാണാനുണ്ട്. അതായത് പ്രത്യേകിച്ച് അദ്ദേഹം പറയാത്ത 1-2 കാര്യങ്ങൾ. ഒരു ടോയ് ട്രെയിൻ. അപ്പോൾ ഈ ടോയ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ 50 രൂപ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു കറക്കം കറങ്ങി തിരിച്ചു വരുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇങ്ങനെ കാണുന്ന ഒരു ഏറുമാടം എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. അതിൽ കയറി നോക്കിയപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ നന്നായി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയകളെല്ലാം നമുക്ക് ഇറങ്ങി കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ കാണേണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിൽ അതിൻ്റെ എല്ലാ സെറ്റപ്പും ഇവർ റെഡിയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഫോഗാണ്. അതായത് കൃത്രിമമായി മഞ്ഞ് വീഴുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും. പക്ഷെ അതൊന്നും റെഡിയായി വരുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇനിയും ഒരു 1-2 ആഴ്ച കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ആ സംഭവങ്ങൾ കഴിയുമെന്നാണ് തോന്നുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഫോറസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വാട്ടർഫോൾസ് ആണ്. അതും കൃത്രിമമായി ചെയ്ത ഒരു പരിപാടിയാണ്. അപ്പോൾ അതും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 1-2 മാസത്തിനുള്ളിലായിരിക്കാം സംഭവം ആകുന്നെന്ന് തോന്നുന്നു. അത് അതിൻ്റെ ഡേറ്റോ കാര്യങ്ങളോ അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. പല കാര്യങ്ങളും ഇവർ ഭാവിയിൽ, അതായത് AI VR തിയേറ്റർ എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതോടൊപ്പം തന്നെ VR തിയേറ്റർ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അത് സമയമെടുക്കുമെന്ന് എനിക്ക് സമയം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 1-2 മാസത്തിനുള്ളിൽ ഇതൊക്കെ ക്ലിയർ ആവുന്നതെന്ന് എനിക്ക് അവിടുത്തെ വർക്ക് കണ്ടിട്ട് തോന്നിയത്. ഏതായാലും നമ്മളിപ്പോൾ മുടക്കിയ മുതലിന് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് ശരിക്കും ആക്ച്വലി ടിക്കറ്റ് നിരക്ക് 250 അഡൾട്ടിനും 100 രൂപ ചൈൽഡിനും ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേസമയം നമ്മൾ ഉദ്ഘാടനത്തിന് മുമ്പായതുകൊണ്ട് 100 രൂപയും നമുക്ക് അഡൾട്ടിന് 100 രൂപയും ചൈൽഡിന് 50 രൂപയാണെന്ന് തോന്നുന്നു. 50 രൂപയാണ് എടുത്തത്. പക്ഷേ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും അവരിപ്പോൾ 150 രൂപ അഡൾട്ടിനും പിന്നെ 100 രൂപ ചൈൽഡിനായിട്ടാണ് വാങ്ങുന്നത്. കാരണം 1-2 ആക്ടിവിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ ഒരു പ്രചരണത്തിനും വേണ്ടിയും അവർ മാക്സിമം ഇപ്പോൾ പൈസ കുറഞ്ഞ നിരക്കാണ് എടുക്കുന്നത്. നമ്മളിനി ഒരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, അതായത് കണ്ണൂർ കോഴിക്കോടുള്ളവർക്ക് ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ധാരാളം എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിഭവങ്ങൾ ഇതിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാനന്തവാടിക്കടുത്തായുള്ള ബോയ്സ് ടൗൺ ആണ്. അതായത് കണ്ണൂർ മാനന്തവാടി റൂട്ടിൽ മാനന്തവാടിക്കടുത്തായി, അതായത് മാനന്തവാടി എത്തുന്നതിന് മുമ്പായി ഒരു 10 കിലോമീറ്റർ മുമ്പായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.